ക്രൂവന്റെ ഇത്രയും വലിയ ഫാഷൻ സെൻസ് ഒക്കെ കാണിച്ച് ആൾക്കാരെ ഞെട്ടിച്ചപ്പോൾ രാജകുമാരി അങ്ങ് നാറിയില്ലാണ്ടായി. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അവളെ തോൽപ്പിക്കണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു രാജകുമാരിക്ക്. തന്റെ മേജർ ഡിസൈനറായ എസ്തല്ലയോട് അതിനുവേണ്ടി ഒരു ഡ്രസ്സ് ഉണ്ടാക്കാൻ പറഞ്ഞു രാജകുമാരി. എസ്തല്ലയാണെങ്കിൽ ആ ഡ്രസ്സിൽ വയ്ക്കാനുള്ള മുത്തുകളൊക്കെ പുറത്തുനിന്ന് വരുത്തിച്ചു. രാജകുമാരിക്ക് വ്യത്യസ്തമായ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം. അങ്ങനെ അന്ന് രാത്രി മൊത്തം ഇരുന്ന് താൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സിൽ ആ മുത്തുകളൊക്കെ ഒറ്റയ്ക്ക് തയ്ച്ചു പിടിപ്പിക്കുകയായിരുന്നു. ഇത്ര കഷ്ടപ്പെട്ടെങ്കിൽ എന്താ, ആ ഡ്രസ്സിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ഒരു വണ്ടർ ആയിരുന്നു. അവിടെ പണി ചെയ്യുന്ന ബാക്കി ആൾക്കാരും പിന്നെ രാജകുമാരിയും അടക്കം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു ആ ഡ്രസ്സിന്റെ ഭംഗി കണ്ട്. യഥാർത്ഥത്തിൽ രാജകുമാരി വിചാരിച്ചതിലും 10 മടങ്ങ് മേലെയായിരുന്നു ആ ഡ്രസ്സിന്റെ ലുക്ക്. സാധാരണ ആരെയും മൈൻഡ് പോലും ചെയ്യാത്ത രാജകുമാരി എസ്തല്ലയും കൂട്ടി അന്ന് ഡിന്നറിന് പോയി. ഫൈനലി ആ ഡ്രസ്സ് എല്ലാരെയും കാണിക്കാനുള്ള സുദിനം വന്നെടുത്തു. പക്ഷേ ആ ഡ്രസ്സ് വച്ചിരുന്ന റൂമിൽ നിന്ന് തേനീച്ചകൾ കൂട്ടമായി പറന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അത് ഗസ്റ്റുകളേക്ക് ഓടിച്ചു വിട്ടു. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് രാജകുമാരിക്ക് പോലും മനസ്സിലായിട്ടില്ലായിരുന്നു. സംഭവം എസ്തല്ല ഡ്രസ്സിൽ പിടിപ്പിച്ചത് തേനീച്ചകളുടെ മുട്ടയായിരുന്നു. എസ്തല്ലയും ക്രൂവല്ലയും ഒരാളാണെന്ന് അന്ന് രാജകുമാരിക്ക് മനസ്സിലായി.